കൊല്ലം കുളമടയിൽ വയോധികനെ 16-കാരൻ ഓടിച്ച ബൈക്ക് ഇടിച്ചു തീർപ്പിച്ചു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. മത്സരയോട്ടത്തിനിടെയാണ് അപകടമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഷമീർ അബ്ദുൾ നമുക്കൊപ്പം ചേരുകയാണ്. ഷമീർ, എവിടെ വെച്ച് എപ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്? അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടമാണോ? പിന്നിൽ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടിയാണ് പാരിപ്പള്ളി കുളമട ജംഗ്ഷനിൽ ഈ അപകടം ഉണ്ടാകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ റോഡ് ഈ വയോധികനായ രാജേന്ദ്രക്കുറുപ്പ്, അതായത് കുളമട സ്വദേശി രാജേന്ദ്രക്കുറുപ്പ് റോഡ് മറികടക്കുകയാണ്. അതായത് വളരെ വേഗത്തിൽ അയാൾ റോഡ് മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വാഹനം അയാളെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം ഈ 16 വയസ്സുകാരനും റോഡിലേക്ക് തെറിച്ച് വീഴുന്നു. തൊട്ടടുത്തായി തന്നെ രാജേന്ദ്രക്കുറുപ്പും വീഴുന്നു. ഇയാൾക്ക് ഇപ്പോൾ ഇദ്ദേഹത്തിന് വാരിയില്, അതുപോലെ തന്നെ കഴുത്തില്, മുഖത്തൊക്കെ ഗുരുതരമായ പരിക്കുകളുണ്ട്. ആന്തരിക രക്തസ്രാവമുണ്ട്. എന്തായാലും സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ അദ്ദേഹം കൊട്ടിയൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഈ ബൈക്ക് ഇടിച്ച് വീഴുന്നതിന് അടുത്ത സെക്കൻഡിൽ തന്നെ ഇടതുവശം ചേർന്ന് മറ്റൊരു ബൈക്കും അമിത വേഗതയിൽ കടന്നു പോകുന്നത് കാണാം. ഈ 2 വാഹനങ്ങൾ തമ്മിൽ മത്സരയോട്ടം നടത്തി വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ഈ റോഡ് മുറികടച്ച് വയോധികൻ ഈ റോഡ് മുറികടക്കുകയും റോഡ് മറികടക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എന്തായാലും ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ചികിത്സ കഴിയാണ്. ഈ 16 വയസ്സുകാരന് ലൈസൻസ് ഇല്ല. ഈ വാഹനം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. എന്തായാലും ഒപ്പം ഉണ്ടായിരുന്ന അതായത് കൂടെ ഈ മത്സര ഓട്ടം നടത്തിയെന്ന് പറയപ്പെടുന്ന ബൈക്കിനെ കുറിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുകയാണ്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങൾ പോലീസ് സ്വീകരിക്കുമെന്നാണ് നിലവിൽ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടിക്രമങ്ങൾ പോലീസ് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ബിനിൻ. ഓക്കെ, ശരി. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൊല്ലം കുളമടയിൽ വയോധികനെ 16-കാരൻ ഓടിച്ച ബൈക്ക് ഇടിച്ച് തീർപ്പിച്ചിരിക്കുകയാണ്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. മത്സരയോട്ടത്തിനിടെയാണ് അപകടമെന്ന് ദൃക്സാക്ഷികൾ പറയും.